സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ധവളപത്രമിറക്കാൻ UDF. ചരിത്രത്തിലെ വലിയ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപവുമായാകും ധവളപത്രം ഇറങ്ങുക. 28-ന് പ്രകാശനം നടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. GST നടപ്പിലാക്കി 5 വർഷം പിന്നിട്ടതോടെ കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞതുവഴി 14% അധിക വരുമാനം കൂടി കണ്ടെത്തേണ്ട സാഹചര്യമാണ് സർക്കാരിനുള്ളത്. അതിനിടെയാണ് വരിഞ്ഞുമുറുക്കുന്ന ധനപ്രതിസന്ധി കൂടുതൽ തലവേദനയാകുന്നത്. വീണുകിട്ടിയ ആയുധം ഉപയോഗിച്ച് LDF സർക്കാരിനെ രാഷ്ട്രീയ പ്രഹരമേൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായാണ് ധവളപത്രമിറക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. 2020-ലും സമാനമായ രീതിയിൽ UDF ധവളപത്രം പുറത്തിറക്കിയിരുന്നു. നികുതി പിരിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, പൊതുചെലവ് എങ്ങനെ ചുരുക്കാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു അന്നത്തെ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2 വർഷത്തിനിപ്പുറവും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതാണ് ധനസ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കിയതെന്ന വിമർശനമാണ് ധവളപത്രത്തിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. ധനകാര്യ രംഗത്തും ആസൂത്രണ രംഗത്തും അനുഭവപരിചയമുണ്ടായിരുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷ നീക്കം. CP ജോൺ ചെയർമാനായ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കുന്നത്. സർക്കാരിനെതിരായ കുറ്റപത്രമെന്ന പ്രചരണവുമായാകും ബജറ്റിന് മുന്നോടിയായി UDFന്റെ ധവളപത്രം പുറത്തിറങ്ങുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.